ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട സൈനീസ് സ്കൂളിൻ്റെ സിലബസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ റീസണിങ് എന്ന് പറയും അല്ലേ, ഇൻ്റലിജൻസ് അഥവാ റീസണിങ് എന്ന് നമുക്ക് പറയാം. അപ്പം അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമ്മളന്ന് ഡിസ്കസ് ചെയ്തു. അതിലെ ആദ്യത്തെ ആളാണ് നമ്മൾ റീസണിങ്ങിൽ ഫിഗേഴ്സിൽ വരുന്ന ആളാണ് മിറർ ഇമേജ്. അപ്പം നമുക്ക് സൈനീസ് സ്കൂളിൽ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നവോദയ പഠിക്കുന്ന കുട്ടികൾക്കും ഈ മിറർ ഇമേജ് എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും സൈനീസ് സ്കൂൾ എക്സാംസിലേക്ക് വരുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ CC Plus ട്യൂഷനിൽ നമുക്ക് സൈനീസ് സ്കൂളിൻ്റെയും LSSൻ്റെയും നവോദയയുടെയും എല്ലാം കറണ്ട് ബാച്ചസ് റണ്ണിങ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 9496949929 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ബാച്ച് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ റീസണിങ്ങിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ് കേട്ടോ. മിറർ ഇമേജ്. അപ്പോൾ മിറർ ഇമേജിൻ്റെ ഒരു ഫിഗറാണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മിറർ ഇമേജ് ഇപ്പോൾ നമ്മൾ കണ്ണാടി പ്രതിബിംബം എന്ന് പറയുമല്ലേ, കണ്ണാടി ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്താണ് വരുന്നത്, ആ ഒരു രീതിയാണ് നമുക്കുള്ളത് മിറർ ഇമേജിൽ. അപ്പോൾ ഈ മിറർ ഇമേജ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ആ റൂൾസ് പഠിക്കാം. റൂൾസ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. റൂൾസ്, ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം റൈറ്റിൽ കൊണ്ടുവരണം. അതും ഈ റൂള് അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ മിറർ ഇമേജസിനായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ മിറർ വരണം. ഒരു പടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ മിറർ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു റൂള് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ അതിലെ റൂൾ എന്ന് പറയുന്നത് റൈറ്റിലെ ആൾക്കാരെല്ലാം ലെഫ്റ്റിലേക്ക് പോകണം. മൂന്നാമത്തെ കാര്യം അപ്പർ പാർട്ടും ലോവർ പാർട്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവർക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് മിറർ ഇമേജിൻ്റെ ഹൊറിസോണ്ടൽ മിറർ ഇമേജ് വന്നാലുള്ള റൂള്. ഹൊറിസോണ്ടൽ മിറർ ഇമേജ് വന്നാലുള്ള റൂളാണിത്. ലെഫ്റ്റിലുള്ള ആൾക്കാർ റൈറ്റിൽ പോകണം, റൈറ്റിലുള്ള ആൾക്കാർ ലെഫ്റ്റിൽ വരണം, മുകളിലും താഴെയുള്ള ആൾക്കാർ അങ്ങനെ തന്നെ. അപ്പം നോക്കിക്കേ, ഇവിടെ ഒരു സർക്കിളാണ്. ഈ ഷേപ്സിൽ മിക്കതും എങ്ങനെ തന്നെയാണ്, നമുക്ക് അങ്ങനെ തന്നെ വരുന്ന രീതിയില്ല. നോക്കിയേ, ഇത് കണ്ടോ, സർക്കിൾ അതേപോലെ തന്നെയാണ് മിററിൻ്റെ അപ്പുറം വരും. ഇത് D ആണെന്ന് കൂട്ടിക്കോ, ഇത് D ആണ്. ഡിയുടെ ഈ ലൈൻ ലെഫ്റ്റും ഇത് റൈറ്റും. അപ്പം നോക്കിക്കേ, മിറർ വന്നു കഴിയുമ്പോൾ റൈറ്റിലുള്ള ആൾ ലെഫ്റ്റിലേക്ക് വന്നില്ലേ, ലെഫ്റ്റിലുള്ള ആൾ നേരെ റൈറ്റിലും പോയത് കണ്ടോ. മുകളിലും താഴെയും പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇതും. എന്ത് ചെയ്തു? ഇത് റൈറ്റ് പാർട്ട് അത് ലെഫ്റ്റിൽ വന്നു, ഇത് ലെഫ്റ്റ് പാർട്ട് അത് റൈറ്റിൽ വന്നു. അങ്ങനെ നമുക്ക് മാറ്റം സംഭവിച്ചു. അതേപോലെ മാറിയിരിക്കുന്ന ഫിഗേഴ്സാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത് മൊത്തം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റും ഡൗട്ട് വന്നവരും നോക്കി. ഇത് ഇതിൻ്റെ ടോപ്പ്, ഇത് ഇതിൻ്റെ ബോട്ടം. ഇവിടെ അത് അങ്ങനെ തന്നെയല്ലേ, മാറ്റം വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ ലെഫ്റ്റിലുണ്ടായിരുന്നയാൾ ഇവിടെ റൈറ്റിൽ വന്നോ? ഇവിടെ റൈറ്റിലുണ്ടായിരുന്നയാൾ ഇവിടെ ലെഫ്റ്റിൽ വന്നോ? വന്നു. അതാണ് ഇവിടുത്തെ മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത്. കുറേ ഫിഗേഴ്സ് അതേപോലെ നമ്മുടെ ട്രയാങ്കിളിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇവിടുത്തെ സെമി സർക്കിളിന് മാറ്റം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കുറേ അധികം മാറ്റം ഇല്ലാത്ത ഫിഗേഴ്സും നമുക്ക് ഉണ്ടതുണ്ട്. ഇവിടെ ഡയമണ്ട് ഷേപ്പ് വന്നാൽ അവിടെയും ഡയമണ്ട് ഷേപ്പ് തന്നെയാണ്. നമ്മൾ ഷേപ്പിന് മാറ്റം ഇല്ല എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് ഇപ്പുറം വന്നാലും സെയിം പോലെ തരുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് സെയിം ഫിഗേഴ്സ് തന്നെയാണ് പറയണത് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ചേഞ്ച് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഇത് ലെഫ്റ്റ് ആയിരുന്നു, അതിവിടെ റൈറ്റ് ആയി. ഇവിടെ റൈറ്റ് ആയിരുന്നു, അത് ലെഫ്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു പോയിന്റ് എവിടെയാണ്? റൈറ്റിലായിരുന്നു, അതിവിടെ ലെഫ്റ്റിലായിട്ട് വന്നില്ലേ. അപ്പം അതേപോലെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ലെഫ്റ്റിലുള്ള ആൾക്കാരെ റൈറ്റിലേക്കും റൈറ്റിലുള്ള ആൾക്കാരെ ലെഫ്റ്റിലേക്കും, അപ്പർ പാർട്ടും ലോവർ പാർട്ടും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തത് വെർട്ടിക്കൽ ഇമേജ്. വെർട്ടിക്കൽ ഇമേജ്. ഇനി കണ്ണാടി മീൻസ് മിറർ താഴെയാണ്, ഡൗണിലാണ്, വെർട്ടിക്കലി പോവുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പടം? റൂള് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ഇവിടെ നമ്മുടെ റൂളെന്ന് പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ റൂൾ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ലെഫ്റ്റിലുള്ള ആൾക്കാർ റൈറ്റിലുള്ള ആൾക്കാരെയല്ലേ ചേഞ്ച് ചെയ്തേ. ഇവിടെ നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പർ പാർട്ടിനെ ലോവർ പാർട്ടാക്കും. ലോവർ പാർട്ട് അപ്പർ പാർട്ടാകും. ലോവർ പാർട്ട്
അപ്പർ പാർട്ട് ആകും. ഇനി അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, അവർക്ക് മാറ്റമൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. അപ്പർ പാർട്ട് ലോവർ പാർട്ട് ആവും, ലോവർ പാർട്ട് അപ്പർ പാർട്ട് ആകും, ലെഫ്റ്റും റൈറ്റും എന്താവും? കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇത് കണ്ടോ, ഇതിന് മാറ്റമൊന്നുമില്ല. ഇതിനെ നേരെ നമ്മൾ തിരിച്ചു വെച്ചാൽ ഇങ്ങനെ തന്നെ വരും. ഇത് കണ്ടോ, ഇത് ഇതിന്റെ ലോവർ പാർട്ടാണ്. അത് മിററിന്റെ അപ്പുറം വന്നപ്പോൾ എന്തായിട്ടാ വന്നേ? അപ്പർ പാർട്ട്. ഇത് അപ്പർ പാർട്ടായിരുന്നു, അത് ഇവിടുത്തെ ലോവർ പാർട്ടായിട്ട് വന്നില്ലേ? കണ്ടോ, ചേഞ്ച് ചെയ്തു. ലെഫ്റ്റും റൈറ്റും അങ്ങനെ തന്നെ, ഒരു മാറ്റമില്ല. ഇവിടെ നോക്കിയേ, ഇത് ഇതിന്റെ ലെഫ്റ്റ്, ഇത് നേരെ താഴെ വന്നപ്പോൾ എന്താ? സോറി, ഇത് ഇതിന്റെ റൈറ്റ് ആണ്, ഇതൊരു ഫിഗറാണ്. അപ്പൊ ഇതും റൈറ്റിൽ തന്നെ വന്നില്ലേ? ഇത് ഇതിന്റെ ലെഫ്റ്റ് സൈഡായിരുന്നു, ലെഫ്റ്റിൽ തന്നെ വന്നു. പക്ഷേ ഇത് ഇതിന്റെ ലോവർ പാർട്ടായിരുന്നു, അത് ഇവിടുത്തെ അപ്പർ പാർട്ടായില്ലേ? ഇത് ഇവിടുത്തെ അപ്പർ പാർട്ടായിരുന്നു, ഇത് ഇവിടുത്തെ ലോവർ പാർട്ടായില്ലേ? അതേപോലെ തിരിഞ്ഞു വന്നു. ഇനി നമുക്കത് ഇവിടുത്തെ ഒരെണ്ണത്തെ എടുക്കാം. ഇവിടെ ഒരെണ്ണം അപ്ലൈ ചെയ്തു. മിറർ കൊടുത്താൽ ഇതിന്റെ ഈ ലോവർ പാർട്ടും അപ്പർ പാർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ? ഇത് ലോവർ പാർട്ടായിരുന്നു, അത് ഇവിടുത്തെ അപ്പർ പാർട്ടായിട്ട് മാറി. ലെഫ്റ്റും റൈറ്റും ഒരു മാറ്റമില്ല, ലൈൻസ് രണ്ടും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന അപ്പർ പാർട്ട് ഇവിടെ വന്നപ്പോൾ അത് ലോവർ പാർട്ടായിട്ട് മാറി. അപ്പോൾ ഇതാണ് മിറർ ഇമേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് റൂൾസിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ എക്സ് വൈ എന്നും പറഞ്ഞ് റൈറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലെവലിൻ്റെ ഹൊറിസോണ്ടൽ മിററിൻ്റെ ലെവലല്ല, ഹൊറിസോണ്ടൽ മിററിൻ്റെ റൂളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, അപ്പർ ആൻഡ് ലോവർ പാർട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റിലുള്ള ആൾ റൈറ്റിലേക്കും പോകണം, റൈറ്റിലുള്ള ആൾ ലെഫ്റ്റിലേക്കും പോകണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള ആൾക്കാരെയൊക്കെ ഈ ഓപ്ഷൻസ് നോക്കിക്കേ, എല്ലായിടത്തും എന്ത് വരുന്നുണ്ട് നിലവിൽ? ആ ഒരു റെക്റ്റാങ്കിൾ പോലെ വരുന്ന ഒരു, നമ്മൾ എന്താ പറയുക, ഒരു വീട് പോലെ വന്നത് വെച്ചിട്ടുണ്ടല്ലേ? നോക്കിയേ, ഈ ഒരാൾക്ക് എല്ലാത്തിലും ഒരേപോലെ വരുന്ന ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, എങ്ങനെ വന്നാലും മാറ്റമൊന്നുമില്ല. ഇനി നോക്കിയേ, ഇത് റൈറ്റിലേക്ക് ഇരിക്കുന്നയാളാണ്, അത് എങ്ങോട്ട് വരണം? ഇതെങ്ങോട്ട് വരണം? ഇയാൾ ലെഫ്റ്റിലേക്ക് വന്നിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇയാൾ ലെഫ്റ്റിലേക്ക് വന്നിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ ലെഫ്റ്റിലാണ് ആരുള്ളത്? ഒരു റൗണ്ടും ഇതും, അതെവിടെ വന്നിരിക്കണം? റൈറ്റിൽ തീർച്ചയായിട്ടും വന്നിരിക്കണം. കണ്ടോ? അപ്പം ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇനി ഇതിനെ ഇങ്ങനെയൊന്ന് പിടിച്ച് ഇങ്ങോട്ട് വെച്ച് നോക്കുന്ന പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് നോക്കിയേ, കറക്റ്റ് ഈ ഒരു ഫിഗറിനോട് യോജിച്ചു പോവില്ലേ? അപ്പം ഇങ്ങനൊരു ഫിഗർ നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണ് ഉള്ളതെന്ന് വേണം നമുക്ക് നോക്കാൻ. സിയും ബിയും പറ്റൂല, എയിലാണെങ്കിൽ സിയും നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗറാണ്. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അടുത്തത് നമ്പേഴ്സ് ഷേപ്സ് ഒക്കെ തരാം കേട്ടോ. ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് എല്ലാം നമുക്ക് തരാം. മിറർ എവിടെയാണ് വന്നിരിക്കുന്നത്? താഴെയാണ്. അപ്പം നമ്മൾ വെർട്ടിക്കൽ എടുക്കണം. നമ്മുടെ റൂള് മാറുവാണ്. എന്താണ്? അപ്പർ പാർട്ട് ലോവർ പാർട്ട് ആവും, ലോവർ പാർട്ട് അപ്പർ പാർട്ട് ആവും. അപ്പോൾ ഇവിടുത്തെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് എന്താ? അത് ഈ ഒരു ഭാഗമാണ്. ഇത് എവിടെ വരണം? മുകളിൽ വരണം. അത് മുകളിൽ വരുന്ന ഏത് ഓപ്ഷനാണുള്ളത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണുള്ളത്. നോക്കിക്ക്, ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇത് ഈ ലൈനാണ് വന്നത്, അത് അപ്പർ പാർട്ടല്ലേ, ഇത് ചെരിഞ്ഞു പോയി, ഇവിടെ അത് വന്നു. സോ നമുക്ക് എന്ത് പറയാം? ആദ്യമേ തന്നെ എന്ത് പറയാം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടുത്തെ അപ്പർ പാർട്ട് ഇവിടുത്തെ ലോവർ പാർട്ടായിട്ട് വന്നില്ലേ? സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ആണ്, നമ്പേഴ്സും ആൽഫബറ്റ്സും വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താണ്? ഇവിടെ എവിടെയാണ് മിറർ വന്നിട്ടുള്ളത്? താഴെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതാണ് എക്സ് വൈ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇവർ നേരെ മുകളിലേക്ക് ആക്കുമ്പോൾ എന്താവും? നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ അങ്ങനെ തന്നെ മുകളിലുണ്ടാവും. ഇനി ഇയാളും അങ്ങനെ തന്നെ വേണ്ടേ? മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ, മാറ്റമൊന്നും വരത്തില്ല. പക്ഷേ എന്ത് മാറ്റമുണ്ട്? ഇവിടെ അപ്പർ പാർട്ടിലാണ് എന്തുള്ളത്? ഈ ഒരു റൗണ്ട് ഉള്ളത്. അത് നേരെ മുകളിലേക്ക് പോകുമ്പോൾ ലോവർ പാർട്ട് ആവണ്ടേ? അപ്പം അതെന്താവും? അടിയിൽ വരും. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് എവിടെയുള്ളത്? എങ്ങനെയുള്ളത്? ഓപ്ഷൻ സിയും ഡിയിലും ലോവർ പാർട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് വരേണ്ടത് എവിടെയാ? ലെഫ്റ്റിലുള്ള ആൾ ലെഫ്റ്റിൽ തന്നെ വരണം. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളാണ്. നോക്കിയേ, എന്താ പറയണ്ടേ? ഇതിന് ആദ്യമേ തന്നെ നമുക്ക് പറയാം, ഇത് ലെഫ്റ്റും ഇത് റൈറ്റും. അപ്പം ലെഫ്റ്റ് സൈഡ് റൈറ്റിലേക്ക് പോകണം. അപ്പം ഈ ഒരു ഭാഗം കേർവ്ഡ് ഫേസ് റൈറ്റിൽ പോകുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ താഴെയാണ്, പറ്റത്തില്ല. ഇവിടെ റൈറ്റിലേക്കാണ്, ഇവിടെ മുകളിലേക്കാണ്, ഇവിടെ ലെഫ്റ്റിലേക്കാണ്. സോ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഒരു മിനിറ്റ് പോലും എടുക്കാതെ ചെയ്യാൻ പറ്റും. റൂൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ബാക്കിയൊന്നും വരയ്ക്ക് പോലും ചെയ്യേണ്ട. നോക്കിയേ,
ഇനി ഈ ഒരാളെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് അതവിടെ കിട്ടും കേട്ടോ. നോക്കിയത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ആരോസ് ഉണ്ട്, സെൻറ്റർ ലൈൻ അങ്ങനെ തന്നെ വരികയാണ്. ഇനി ഇങ്ങോട്ട് പോകുന്ന ആരോ എന്ത് ചെയ്തിരിക്കണം, തിരിച്ചു പോകണം. ഇങ്ങോട്ട് പോകുന്ന ആരോ ഇങ്ങനെ പോകണം, എങ്കിലേ നമുക്ക് ഇങ്ങനെ മറിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ പറയുന്ന ആൾ എന്ത് ചെയ്യണം, ഈ ഒരാൾ ഇങ്ങനെ വരണം, എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ then അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ അടിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം അടിയിൽ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, MN മിറർ തന്നെയാണ് കേട്ടോ. അത് അവർ എഴുതിയിരിക്കുന്നതിൽ MN മിറർ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, എമ്മിനെ എന്നെ നിങ്ങൾ തിരിച്ചിടണ്ട, ഫിഗർ മാത്രം നോക്കിയാൽ മതി. കാരണം ഇവിടെ എല്ലാം MN അല്ലേ. അപ്പോൾ ഇതിനെ നോക്കി ഇതിനെ തിരിച്ചിടുമ്പോൾ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മിറർ ഉള്ളത്, ഇവിടെയാണ് M, ഇവിടെയാണ് N കേട്ടോ. അപ്പോൾ ഇത് താഴത്തേക്ക് വരുമ്പോൾ നോക്കിയാൽ ഈ ഒരു സ്ക്വയറിന് മാറ്റം ഒന്നും ഉണ്ടാവില്ല, സ്ക്വയർ അങ്ങനെ തന്നെ. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഇത് ലോവർ പാർട്ട്, അത് എവിടെ വരണം, അപ്പർ പാർട്ടായിട്ട് വരണം. അപ്പോൾ ഇത് ലോവർ പാർട്ടായിട്ട് വരും. ഇനി ഇവിടെയുള്ള റൗണ്ട് എങ്ങോട്ട് വരണം, എങ്ങോട്ട് വരും, അതെങ്ങനെ നേരെ താഴത്തോട്ട് വരും. ഇത് ലെഫ്റ്റിലുള്ള ആളാണെങ്കിൽ അത് ലെഫ്റ്റിൽ തന്നെ വരണം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ എവിടെയാണ് ഉള്ളത്, ഓപ്ഷൻ സിയിലുണ്ട്. ഓപ്ഷൻ ഡി നിങ്ങൾ മാർക്ക് ചെയ്ത്, കാരണം ഇത് സിയും നമ്മുടെ ക്വസ്റ്റ്യൻ അതേപടി ട്രയാങ്കിൾ വന്നിട്ട് അടിയിൽ മാത്രമേ റൗണ്ടിന് ചേഞ്ച് ഉള്ളൂ. സോ ഇത് നമുക്ക് വരത്തില്ല, നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് നടുക്കൊരു ആൽഫബറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടിയിലാണ് മിറർ വന്നിരിക്കുന്നത് കേട്ടോ, അടിയിലാണ് മിറർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ താഴത്തോട്ട് കൊണ്ടുവരണം. നേരെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ പറ്റണേ, ഇത് നോക്കിയേ, ഇത് നമ്മുടെ ലോവർ പാർട്ടാണ്. ലോവർ പാർട്ട് എന്താവും, അപ്പർ പാർട്ടായിട്ട് വരണം. ഇത് നേരെ വരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇങ്ങനെ ഒരാളെയാണ് കിട്ടുക അല്ലേ, ഇങ്ങനെ ഒരാളെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത ആളെ വരയ്ക്കുമ്പോഴോ ഇതിനെ നേരെ കൊണ്ടുവരികയാണ്, ഇങ്ങനെ നമ്മൾ പിടിച്ച് താഴത്തേക്ക് ഇടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നീണ്ടു വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പോകുന്നത് ഇവിടെ വന്ന് മുട്ടുന്നു, അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇനി ഇങ്ങനെ ഇരിക്കുന്ന എ ആണ്, ഇതിനെ നേരെ നമ്മൾ തിരിക്കുമ്പോൾ എങ്ങനെ വരും, ഇത് മിറർ ആണെങ്കിൽ ഇതിനെ എങ്ങനെ വരും, എ ഇങ്ങനെ വരും. അതേപോലെ എയുടെ ഇവിടെയാണ് മിറർ എങ്കിൽ ഈ എ ഇങ്ങനെ തന്നെ വരും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്, ഏത് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്. കാരണം ഇവിടെ എ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെയാണെങ്കിലോ ഈ ഒരു രണ്ടെണ്ണം വരുമ്പോൾ ഇത് റൈറ്റിലാണ് വന്നത്, നമുക്ക് ലെഫ്റ്റിൽ വന്ന ആളെ ലെഫ്റ്റിൽ തന്നെ കിട്ടണ്ടേ. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ആൽഫബറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ബി ആണ്. ഇവിടെയാണ് മിറർ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാവരെ, നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് റൂളിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, നമുക്ക് ഇതിന് നേരെ തിരിച്ചു വരുവാണ്. ഇത് തിരിച്ചു വന്നാൽ നമുക്ക് ഇങ്ങനെ തന്നെയുള്ളൊരു ബി ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ സെഷൻ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് താഴെയാണ് മിറർ തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ റൗണ്ട് എന്തായാലും മുകളിൽ വരണം. റൗണ്ട് മുകളിൽ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ, ഓപ്ഷൻ എയിലില്ല. ഓപ്ഷൻ എയിൽ നമ്മുടെ പടം തിരിഞ്ഞു പോയില്ലേ. ഓക്കെ, തിരിഞ്ഞു വരണ്ടേ, അപ്പോൾ എയിലില്ല. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്, പക്ഷെ നമുക്കിവിടെ പ്ലെയിനാണ്. അപ്പോൾ നമുക്ക് കളർ അടിച്ച് മീൻസ് ഷെയ്ഡഡ് വേണ്ട. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു എസ്, ഇത് നേരെ താഴത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക, എസ് എഴുതിയാൽ ഇത് നേരെ താഴത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ വരും, ഈ എസ്സിനെ നേരെ പിടിച്ച് താഴത്തോട്ട്, ഇത് ഇവിടുത്തെ അപ്പർ പാർട്ടായിട്ട് വരും. അപ്പോൾ എങ്ങനെ വരും, എസ് ആയിട്ട് വരുമോ അതോ ഇങ്ങനെ തിരിഞ്ഞു വരുമോ, ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഇങ്ങനെ അതിനെ പിടിച്ചിട്ടാൽ എങ്ങനെ വരും, അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ടാലും എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, രണ്ട് സൈഡിലേക്ക് ഇട്ടാലും നമുക്ക് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ എസ്സിന് നേരെ ഇങ്ങനെ പിടിച്ചിട്ടു, നേരെ നമുക്ക് എന്ത് വരും, ഇതിനെ ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ടാലും നമുക്ക് ഈ ഒരാളെ കിട്ടുക. സോ നമുക്ക് ആൻസർ ഏതായിട്ട് വരും, ഓപ്ഷൻ സി നമുക്ക് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇതേപോലത്തെ സൈനീസ് സ്കൂളിൻ്റെ മെൻ്റൽ എബിലിറ്റിയുടെ, റീസണിങ്ങിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും മാത്സിൻ്റെ ഒക്കെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, നമുക്കിവിടെ സൈനീസ് സ്കൂളിൻ്റെ, LSSൻ്റെ, നവോദയയുടെ എല്ലാത്തിൻ്റെയും കോച്ചിങ്സ് അവൈലബിൾ ആണ്. നമുക്ക് എൻക്വയറിക്ക് വേണ്ടി 9496949929 നിങ്ങൾ വിളിക്കേണ്ടത്. എൻക്വയറി എടുക്കുക, അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. നമ്മുടെ ഫ്രീ ഗ്രൂപ്പ് ഉണ്ടാവും, അപ്പോൾ അത് പിൻ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.